ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ തിരിച്ച് ഷാർജയിലേക്ക് പോകുന്നതും പിന്നെ ചെറിയ കുറച്ച് ഷോപ്പിങ്ങും പിന്നെ അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇത് ഞാൻ പോകുന്നതിനൊരു ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. എനിക്ക് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടായിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ കാഞ്ഞങ്ങാടുള്ള ഷോപ്പ് റിക്സിലേക്ക് പോകുന്ന കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനും വേണ്ടിയിട്ട്. ഷോപ്രിക്സിൽ കയറിയപ്പാടാണ് ഇങ്ങനെ ഒരു നമ്മൾ കാറെല്ലാം പോലത്തെ ഒരു ട്രോളി ഉണ്ടാകുന്നില്ലേ, അതിൽ കയറിയിട്ട് കളിക്കലാണ് ടൈസിലിനും നൈഷും. പിന്നെ എനിക്ക് അധികമായിട്ട് വാങ്ങാനുണ്ടായ കുറച്ച് പാത്രങ്ങളെല്ലാം വാങ്ങാനുണ്ടായിന്. ഇവിടെ ആകുമ്പോൾ നല്ല ഓഫറെല്ലാം ഉണ്ടാകുന്നത്, പക്ഷേ ഞാൻ വരുന്ന സമയത്ത് ഓഫറെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് ആവശ്യമുള്ള കുറച്ച് പാത്രങ്ങളെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തിട്ടാട്ടോ ഇങ്ങനെ ഷോപ്പിങ്ങിൻ്റെ എന്താ വാങ്ങിയത് എന്നെല്ലാം എല്ലാം തിരക്ക് പിടിച്ചതായിപ്പോയി. പെട്ടെന്നാണ് പോവാൻ തീരുമാനിച്ചത് പെട്ടെന്നാണ് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാം ഒന്ന് തിരക്ക് കൂട്ടിയാക്കല. ഇപ്പോൾ ഇതാ വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ ട്രോളിയിൽ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് കേട്ടോ ഈ ഡ്രസ്സെല്ലാം ഒന്ന് എടുത്ത് വെക്കൽ, നമ്മൾ ഇടയ്ക്ക് ഒതുക്കി വെക്കുന്നതെല്ലാം. ഇത് ഞാൻ ഈ പോകുന്നതിൻ്റെ എന്തായാലും തലേദിവസം മുമ്പേ ഇതെല്ലാം എടുത്ത് വെക്കും. നാളെ ചെയ്യാം വിചാരിച്ചിട്ട് പിന്നെ എല്ലാം തിരക്കൂട്ടിയായിരിക്കും കേട്ടോ ആക്കൽ. എനിക്ക് നല്ല മടിയാണ് ഇങ്ങനെ എടുത്ത് വെക്കാനെല്ലാം. ഇപ്പോൾ ഇതാ നല്ല നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇടുന്ന നല്ല ഡ്രസ്സെല്ലാം ഉണ്ടാകുന്നില്ലേ, അതെല്ലാം ഞാനിപ്പോൾ ഈ ട്രോളി ബാഗിലേക്ക് ആക്കി വെക്കുന്നതാണ്. കുറച്ചധികം ഉണ്ടായിന്. ഇതിലെനിക്ക് 10 kg കൊണ്ടുപോകാം. ഹൈസിലിൻ്റെ ബാഗേജാണ്. അപ്പോൾ എനിക്ക് 10 kg ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കുന്നതാണ്. അങ്ങനെ എൻ്റെതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ കുട്ടികളതും കൂടി എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. ആയിഷുൻ്റെ ട്രോളി ബാഗിലേക്ക് കുറച്ച് ഡ്രസ്സെല്ലാം ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ അവളിലേക്ക് ഇട്ട് വെക്കുന്നതാണ്. എനിക്ക് രാവിലെ 4 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് രാത്രി 11 മണിയെല്ലാം ആകുമ്പോൾ പോകണം കണ്ണൂർ എയർപോർട്ടിലേക്കാണ്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട് കേട്ടോ, അതുകൊണ്ട് നേരത്തെ പോകാമെന്ന് വിചാരിച്ച്. രാവിലെ 4 മണിക്കാണ് ഫ്ലൈറ്റ് വരുന്നത്. ഇപ്പോൾ ഇതാ ഓരോന്നേ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. കുറച്ച് ചിപ്സും കാര്യങ്ങളെല്ലാം. പിന്നെ ഉപ്പ തന്നെയാണ് കേട്ടോ എനിക്കെല്ലാം ഇങ്ങനെ പാക്കാക്കി തരലെല്ലാം. ഇങ്ങനെ വെയിറ്റ് നോക്കിയിട്ട് അതിന് കണക്കാക്കിയിട്ടെല്ലാം പാക്കാക്കി തരും. അങ്ങനെ ഇതാ രാവിലെ നമ്മൾ ഇവിടെ എത്തിയിട്ട് എയർപോർട്ടിലേക്ക് എത്തുമ്പോൾ ഒരു 2 മണിയെല്ലാം ആയെന്ന് തോന്നുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇതാ കണ്ണൂർ എയർപോർട്ടിലാണ് ഉള്ളത്. ഇവിടെ നല്ല ആളുണ്ടായിന് കേട്ടോ. നമ്മൾ പോകുന്ന അതേ ഫ്ലൈറ്റിൽ അധികം ആളുണ്ടായിന്, അധികം ഫാമിലി തന്നെയാണ് ഉണ്ടായതെല്ലാം. ഞാൻ പിന്നെ ഇവിടെ സർവീസ് ഉണ്ടാകാൻ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഇവിടെ നല്ല സർവീസ് ഉണ്ടെന്ന് ഞാനൊരാൾ വീഡിയോയിൽ കണ്ടിന്. അപ്പോൾ വിചാരിച്ച് സർവീസ് എടുക്കാൻ. ഐഷും ഹൈസിലെല്ലാം വണ്ടിയിൽ നല്ല ഉറക്കമാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇവിടത്തേക്ക് എത്തോളം നല്ല ഉറക്കിലാണ് ഉണ്ടായത്. പിന്നെ ഞാൻ ഇവിടുത്തെ സർവീസ് എടുത്തിന് കേട്ടോ, അതുകൊണ്ട് എനിക്കൊന്നും പേടിക്കാനേ ഉണ്ടായിട്ട്. അതിനെ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഈ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഈ സർവീസ് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ല സർവീസാണ് ഇവരത്. നമ്മളെ ഗേറ്റിൻ്റെ അവിടത്തേക്ക് വരെ അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ലഗേജ് എല്ലാം നോക്കാനും അതിനെല്ലാം വേണ്ടിയിട്ട് അവർ ഒപ്പരം തന്നെ ഉണ്ടായിനി. ഇവർ സർവീസ് ചാർജ് ചെയ്യുന്നത് 1000 രൂപയാണ്. നാട്ടിലത്തെ 1000 രൂപയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മളിതാ ഫ്ലൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഫ്ലൈറ്റിലെല്ലാം കയറി. രാവിലെ 4:30ക്കാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ഞാൻ ശരിക്കും ഫ്ലൈറ്റിൽ കയറിയാൽ പിന്നെ ഉറക്കമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഉറങ്ങലേ ഇല്ല. ഇങ്ങനെ ടൈം നോക്കിക്കൊണ്ട് വെക്കും, എത്താനായോ എത്ര ടൈമായി. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ സമയം പോവില്ല. ഉറങ്ങിയാൽ പിന്നെ നല്ല ടൈം പോകും കേട്ടോ. പിന്നെ അവിടെ എത്തുന്നതെന്ന് അറിയില്ലേ ഇല്ല. ഞാൻ ഉറങ്ങാത്തതുകൊണ്ടില്ലേ എപ്പോൾ ഇങ്ങനെ സമയം നോക്കിക്കൊണ്ട് വെക്കല. പിന്നെ കുട്ടികൾ രണ്ടാളും നല്ല ഉറക്കിലുണ്ടായതാണ്. അങ്ങനെ അൽഹംദുലില്ലാഹ് ഷാർജ എത്തിയിട്ടാ. രാവിലെ 8 മണി എന്തോ ആയിന് ഇവിടെ എത്തുമ്പോൾ. ഇവിടുത്തെ
എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിലായിട്ടാ ഇവിടെ നല്ല ചൂടാണ്. നല്ല ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂട് തന്നെയാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ചൂടടിച്ച് ഇങ്ങനെ. അങ്ങനെ ഇതാ റൂമിലെത്തി. പിന്നെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്. ഇതെല്ലാം എനിക്കിപ്പോൾ അറേഞ്ച് ചെയ്യാനുള്ളതാണ്. ശരിക്കും ഇതെല്ലാം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ നല്ല മടി പിടിച്ചിട്ടാ. അതൊന്ന് ക്ലീനിങ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടേ ഇല്ല. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളതാണ്. പിന്നെ രാത്രിയിൽ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിന്. അതുകൊണ്ട് ഇപ്പോൾ അടുത്ത് തന്നെയുള്ള ഇവിടെ മാളിലേക്ക് വന്നതാണ് കേട്ടോ. ആ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടായിന്. ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിട്ടോ. പിന്നെ മെയിനായിട്ട് ടോയ്സ് വാങ്ങാനുണ്ടായിന്. രണ്ടാൾക്കും ടോയ്സ് വാങ്ങാനായിട്ട് നല്ല വാശി പിടിച്ച് നിൽക്കുന്നുണ്ടായതാണ്. പിന്നെ അവർക്ക് ടോയ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ മെയിനായിട്ട്. അങ്ങനെ ഇതിപ്പോൾ അവർക്ക് വേണ്ടതിൽ ഓരോന്നേ ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഐഷു കുറേ നാളായിട്ട് പറയുന്ന ഇങ്ങനത്തെ ഈ സ്കൂട്ടർ വേണമെന്ന്. അങ്ങനെ ഇപ്പോൾ അത് കണ്ടിട്ടാകുമ്പോൾ അവൾക്ക് എന്തായാലും അത് വാങ്ങണം എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ അതും കൂടി ഒന്ന് വാങ്ങിക്കൊടുക്കുന്നതാണ് കേട്ടോ ഈ സ്കൂട്ടർ. അങ്ങനെ ഞാൻ വന്നതിന് പിറ്റേ ദിവസം ഹെസ്ലിൻ്റെ ബർത്ത്ഡേ. ഇത് രണ്ട് വയസ്സാകുന്ന ഹെസ്ലിക്ക്. അത് ശരിക്കും ഓർമ്മയുണ്ടായിട്ടാ. പെട്ടെന്ന് കേട്ടാ നാളെ 10-ാം തീയതിയല്ലേ ഓർമ്മ വന്നത്. അങ്ങനെ വലിയതായിട്ട് ആഘോഷിക്കുന്നൊന്നുമില്ല, ചെറുതായിട്ട് ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇപ്പോൾ ചെറുങ്ങനെ ഇത് ചെറിയൊരു ഡെക്കറേഷൻ ആക്കിയിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന കേട്ടാ. ഹെസിലിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മളങ്ങനെ സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിട്ടാ. അപ്പോൾ ഇപ്പോൾ വിചാരിച്ച് ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അതൊക്കെ ഒന്നും ആഘോഷമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ സിമ്പിളായിട്ട് കേക്ക് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.